നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യൻ ക്ലബ്ബായ ജാപ്പാനീസ് ക്ലബ്ബായ ഉറാവ റെഡ്സ് വിജയത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് ലൗട്രോ മാർട്ടിനസിൻ്റെ ബൈസിക്കിൾ ഗോള് ഇന്റർ മിലാൻ ഒപ്പം എത്തിക്കുന്നത്. ഒടുവിൽ അവസാന നിമിഷത്തിൽ മറ്റൊരു അർജന്റീൻ താരം വാലന്റീൻ ബർക്കോണിയുടെ ഗോളിലാണ് അവർ വിജയിച്ച് കയറുന്നത്. അങ്ങനെ 2-1 വിജയം. 2 ഗോളുകളും അർജന്റീനക്കാർ നേടിയ മത്സരം ഉറാവ റെഡ്സിനെ ഇന്റർ മിലാൻ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മത്സരത്തിൽ ഉറാവ റെഡ്സിൻ്റെ ഗോൾ നേടിയത് വൻഡാൻബെ ആയിരുന്നു. കളിയിൽ ഇന്ററിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ലൗട്രോ മാർട്ടിനസും എസ്പോസിറ്റോയുമാണ് ഒരുമിച്ചിറങ്ങിയത്. മറുഭാഗത്ത് മഡ്സുവോയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒപ്പം സാവിയോ കനേക്കോ തുടങ്ങിയവരൊക്കെ ഇറക്കിക്കൊണ്ടാണ് ഉറാവ റെഡ്സ് കളിക്കാൻ ഇറങ്ങിയത്. കളിയുടെ 11-ാമത്തെ മിനിറ്റിലാണ് വറ്റനബേയിലൂടെ ഉറാവ റെഡ്സ് ലീഡെടുക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതി കളി അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോഴും 75 മിനിറ്റ് കഴിയുമ്പോഴും ആ ഒറ്റ ഗോളിൻ്റെ ലീഡിലായിരുന്നു അവരുണ്ടായിരുന്നത്. പക്ഷേ പിന്നെ കളി മാറുന്ന കാഴ്ച ലൗട്രോ മാർട്ടിനസിൻ്റെ കിടിലൻ ബൈസിക്കിൾ ഗോൾ. അദ്ദേഹം റിവേഴ്സിലേക്ക് അടിച്ച ആ പന്ത് വലയിലേക്ക് കയറി 78-ാമത്തെ മിനിറ്റിൽ. അതോടുകൂടി മത്സരം ഒപ്പത്തിനൊപ്പമായി. സമനിലയിൽ പിരിയുമോ എന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് കർബോണിയുടെ ഗോൾ പിറക്കുന്നത്. അതോടുകൂടി 2-1 വിജയം ഗ്രൂപ്പിൽ സ്വന്തമാക്കിയിരിക്കുന്നു. 2 കളികളിൽ നിന്ന് 4 പോയിന്റോടെ ഇന്റർ മിലാൻ അടുത്ത റൗണ്ടിലേക്ക് പോകാനുള്ള സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇന്ററിനെ തോൽപ്പിച്ച് വലിയ ആവേശത്തിൽ നിൽക്കും എന്ന് തോന്നിയ ഉറാവ റെഡ്സ് ഇതാ എലിമിനേറ്റഡ് ആയി പോയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.